അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളും, നമ്മുടെ ജീവിതത്തിൽ നമുക്കെയും മിസ് ചെയ്യുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരു ആയത്താണ് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഈ ഒരു ആയത്ത് ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവർക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ വല്ലാത്ത അത്ഭുതമാണ്. ഇത്രയും മഹത്വമുള്ളൊരു ആയത്ത്, ഇതിന്റെ മഹത്വം അറിഞ്ഞും പിന്നെയും നഷ്ടപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നഷ്ടങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയാൻ പോകുന്ന ഒരു ആയത്തിനെ പതിവാക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഒരുത്തൻ പാരായണം ചെയ്യുന്നു, തുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുന്ന ഒരാൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസി ഉണ്ടെങ്കിലും എണിച്ചു പോകുന്ന നേരം ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യണം മുഅ്മിനീങ്ങളെ. കാരണം നമുക്ക് ലഭിക്കുന്ന മഹത്വം വല്ലാത്ത അത്ഭുതമാണ്. ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത ഇല്ലാ അൻ യമൂത, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് തടസ്സമായിട്ടുള്ളത് അത് മരണം മാത്രമാണ്. അദ്ദേഹം മരിച്ചാൽ സ്വർഗമാണ്. അത്രയും മഹത്വമാണ് ഈ ഒരു ആയത്തിനുള്ളത്. ആയത്തുൽ കുർസി എല്ലാവരും പതിവാക്കണം. ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലി ഉടനെ തന്നെ നമുക്ക് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതൊക്കെയും കഴിഞ്ഞ് ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.